ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് ശനിയുടെ നേർരേഖ സഞ്ചാരം ആരംഭിക്കുകയാണ്. നവംബർ മാസം 28-ാം തീയതി കഴിഞ്ഞ ജൂലൈ 13 മുതൽ ഈ നവംബർ 28 വരെയുള്ള ഒരു സമയം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനാൽ 12 രാശികളിൽ വരുന്ന ഒരു 6 രാശികളിൽ ജനിച്ച നക്ഷത്രത്തിൽ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് ശനിയുടെ ദോഷം അല്പം വിട്ടുമാറിയ ഒരവസ്ഥയിലായിരുന്നു. കാരണം വക്രഗതി സമയത്ത് ആ ശനിയുടെ ദോഷഫലങ്ങൾ വളരെ കുറവായിരുന്നു. എന്നാൽ ശനി ആ വക്രഗതി വിട്ടുമാറി നേർരേഖയിലുള്ള സഞ്ചാരം നവംബർ 28 മുതൽ ആരംഭിക്കുമ്പോൾ ഒരു 6 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് അതൊരല്പം ബുദ്ധിമുട്ട് നൽകുന്ന തരത്തിലാണ്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഫലം ശനി രാശിക്ക് 7ര ശനി, അതുപോലെ കണ്ടകശനി, അഷ്ടമശനി, അർദ്ധാഷ്ടമശനി ഈ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന രാശികളിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്കാണ് ആ ഒരു ബുദ്ധിമുട്ട് ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. ഒരു രാശിയിൽ തന്നെ വരുന്ന നക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ രാശിയിൽ എത്ര അധികം ഗുണഫലം പറഞ്ഞാലും എത്ര വലിയ ദോഷഫലം പറഞ്ഞാലും ആ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെയല്ല ആ ഗുണദോഷ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അതിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടാകും. ആ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരും. അതിന് പ്രധാന കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകമാണ്. ഇവിടെ ഈ ഒരു ശനിയുടെ നേർരേഖ സഞ്ചാരം ദോഷം നൽകുന്ന 6 രാശികളിൽപ്പെട്ട നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു സമയത്താണ് നിങ്ങളുടെ ജനന ജാതകത്തിൻ്റെ പ്രാധാന്യം. നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ജാതകത്തിലെ ലഗ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന ദോഷഫലങ്ങൾ നാമമാത്രമായി പേരിന് മാത്രം എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ നൽകുമെന്നേ ഉള്ളൂ. നിങ്ങൾക്കതിനെയൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്ത് മുന്നോട്ട് പോകാം. എന്നാൽ ആർക്കൊക്കെയാണോ അവരവരുടെ ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത്, ബലം കുറഞ്ഞ ബലഹീനനായ ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത്, അതുപോലെ രാഹു, കേതു എന്നീ സർപ്പഗ്രഹങ്ങളുടെയൊക്കെ ദശ നടക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കും ഈ ശനിദോഷം വളരെ ശക്തമായിട്ട് ബാധിക്കുന്നത്. അത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത്, രാശിയിലൊരു ഫലം പറഞ്ഞാൽ അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഓരോ വ്യക്തികൾക്കും അതിലേറ്റക്കുറച്ചിലുകൾ വ്യത്യാസപ്പെട്ട് അനുഭവം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു ശനിയുടെ വക്രഗതി വിട്ടുമാറി നേർരേഖയിൽ ശനി സഞ്ചരിക്കുന്ന നവംബർ 28 മുതൽ ആ ഒരു ദോഷഫലങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് 7ര ശനിയുടെ തുടക്ക കാലഘട്ടമാണ്. ശനി 12ാം ഭാവമായ വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശനി വക്രത്തിലായതുകൊണ്ട് ഒരു വലിയ ആശ്വാസം പല വ്യക്തികൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ 28ാം തീയതി മുതൽ ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ശനി ദോഷം ആ രാശിക്ക് പൂർണ്ണമായിട്ട് അനുഭവത്തിൽ വരും. പൊതുവെ 12ൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം അനാവശ്യമായ പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പ്രയാസങ്ങളാണ് കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നത്. നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണമൊക്കെ നമുക്ക് ഒന്ന് ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യത്തിനോ അല്ലെങ്കിൽ ഗുണപ്രദമായ കാര്യങ്ങൾക്കോ ചിലവഴിക്കാൻ സാധിക്കാതെ വരിക, ഒരുപാട് പാഴ്ചിലവുകൾ വന്നു ചേരുക, നമ്മൾ ശുഭകാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണം പോലും പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ശനി നൽകുന്നതാണ്. ചെയ്യുന്ന ജോലിയിലൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് അലച്ചിലുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളൊക്കെ ശനി നൽകും. അനാവശ്യമായ യാത്രകൾ, യാത്രാക്ലേശങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് ശനി ഈ ഒരു കാലഘട്ടത്തിൽ നൽകുന്നത്. മേടം രാശിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരു ഭൂമി വാങ്ങുവാനോ ഒരു ഗൃഹം, ഒരു വീട് നിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച ശേഷം വേണം മുന്നോട്ട് പോകുവാനായിട്ട്. സ്വന്തം ജാതകപ്രകാരം ഒരു നല്ല ദശാകാലഘട്ട സമയമാണെങ്കിൽ മാത്രം അതിനൊക്കെ മുന്നിട്ടിറങ്ങുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഭൂമി വാങ്ങുവാനോ ഗൃഹം നിർമ്മിക്കുവാനോ ഒക്കെ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് തടസ്സങ്ങൾ, കാലതാമസങ്ങൾ, പലതും പകുതി വഴിയിൽ മുടങ്ങി നിന്നു പോകുവാനുള്ള സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം.
പണം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അലച്ചിലുകൾ ഒക്കെ വന്നു ചേരാം. നമ്മൾ ഏറെ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തുണ്ടാകും. അപ്പോൾ 12-ൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം മേടം രാശിക്കാരെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകളുടെ ഒരു കാലഘട്ടമാണ്. എല്ലാ കാര്യത്തിലും അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വരാം. ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഈ കാലഘട്ടത്ത് ശനി നൽകും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണം. വണ്ടി വാഹന യാത്രകളിലൊക്കെ മേടം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇത് മേടം രാശിക്ക് ആ ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഒരു പൊതുഫലമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അനുഭവത്തിൽ വരണമെന്നില്ല. അത് ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ വ്യക്തമായി പറഞ്ഞു നൽകിയിട്ടുള്ളതാണ്. ആരുടെ ജാതകപ്രകാരമാണോ ഒരു ദോഷ കാലഘട്ടം ദശ നടക്കുന്നത് അവർക്കായിരിക്കും ഈ ഒരു 7.5 ശനിയുടെ 12-ാം ഭാവത്തിലുള്ള സഞ്ചാരം ഏറ്റവും അധികം ദോഷം, ബുദ്ധിമുട്ടുകൾ നൽകുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ജീവിതം, ഭാവിയൊക്കെ അറിയണമെങ്കിൽ ആ ഗ്രഹനില പരിശോധിച്ച്, ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളെ സംബന്ധിച്ച് ആ ദോഷഫലങ്ങളൊക്കെ കുറച്ച് നിങ്ങളാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് ശനി കണ്ടകൻ്റെ രൂപത്തിലാണ്, കണ്ടകശനി രൂപത്തിലാണ് സഞ്ചാരം നേർരേഖയിൽ നവംബർ 28 മുതൽ ആരംഭിക്കുന്നത്. ശനി 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം കൂടെ ആയതുകൊണ്ട് മിഥുന രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് കർമ്മസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളൊക്കെ ശനീശ്വരൻ നൽകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജാതകപ്രകാരം ഒരു നല്ല സമയമാണെങ്കിൽ മാത്രം ഒരു ജോലി മാറ്റത്തിന് ഒക്കെ, ഇടം മാറ്റത്തിനൊക്കെ ശ്രമിക്കുക. അതല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള ജോലി എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം എന്താണോ അതിനെ നിലനിർത്തി, അതിനെ നഷ്ടപ്പെടുത്താതെ നിലനിർത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ ഉത്തമം, ഉചിതം. ഓരോ വ്യക്തികളെ സംബന്ധിച്ചും വിദേശ ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരല്പം കാലതാമസം, തടസ്സമൊക്കെ നവംബർ 28 മുതൽ ശനിയുടെ ആ ഒരു നേർരേഖ സഞ്ചാരം മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് നൽകും. അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മിഥുനരാശിക്കാർ. വണ്ടി വാഹന യാത്രകൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു നല്ല ശ്രദ്ധയും കരുതലുമൊക്കെ ഉണ്ടാകേണ്ട സമയമാണ്. ഈ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ആരോഗ്യം സംബന്ധിച്ചും, അതുപോലെ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം സംബന്ധിച്ചിട്ടും, ദാമ്പത്യ കുടുംബജീവിതത്തിലുമൊക്കെ വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ ഈ ഒരു സമയത്ത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോഴും നല്ല കരുതലോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലും വിവാഹത്തിൻ്റെ കാര്യങ്ങളിലുമൊക്കെ എല്ലാം വളരെ ആലോചിച്ച്, ചിന്തിച്ച് ഓരോ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട സമയത്തിൻ്റെ ആരംഭമാണ്. ശനിയുടെ നേർരേഖ സഞ്ചാരം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് അത്ര ഗുണപ്രദമായിട്ട് ഉള്ള ഒന്നല്ല. നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരെ സംബന്ധിച്ച് ഈ ദോഷഫലങ്ങൾ വളരെ വളരെ കുറവായിട്ടായിരിക്കും അനുഭവത്തിൽ വരിക. ആരെയും ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല. നിങ്ങൾ എത്ര സ്വന്തം ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധത്തിലുള്ളവരാണെങ്കിലും അവർക്കൊക്കെ പണം കടം കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. കാരണം ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആരെയാണോ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്, നിങ്ങൾ നൽകുന്ന സഹായം സ്വീകരിച്ച് പിന്നീട് അവർ തന്നെ ശത്രുക്കളായിട്ട് മാറുന്ന ഒരു അനുഭവം ഉണ്ടാവുക. കൊടുത്ത സഹായം നിങ്ങളുടെ ആവശ്യത്തിന് തിരിച്ച് ലഭിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വന്നു ചേരും. കയ്യിൽ നിന്ന് പണമോ മറ്റ് അമൂല്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു കിട്ടണമെന്നില്ല. വിശ്വാസവഞ്ചന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരും. അതുകൊണ്ട് നിങ്ങൾ ബിസിനസ്, തൊഴിൽ സംബന്ധിച്ച കാര്യങ്ങൾക്കാണെങ്കിലും പണമിടപാടുകളിലും ആരെയും പൂർണ്ണമായി വിശ്വസിക്കരുത്. സമയം അത്ര അനുകൂലമല്ല. അവരവരുടെ കാര്യങ്ങളിൽ ഒരല്പം കൂടെ ശ്രദ്ധയും കരുതലോടും കൂടി മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികൾ മുന്നോട്ട് പോകണം. ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ അത്രമേലൊരു ശ്രദ്ധയുണ്ടാകേണ്ട ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ഉത്തമമായിരിക്കും. മിഥുനരാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ദോഷഫലം ലഭിക്കണമെന്നില്ല.
എന്നുകൂടെ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ആ ദോഷഫലങ്ങൾ കണ്ടകശനിയുടെ കുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനി നേർരേഖയിൽ സഞ്ചരിക്കുന്ന സമയം നവംബർ 28 മുതൽ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് അഷ്ടമശനിയുടെ ദോഷം പൂർണ്ണമായി അനുഭവത്തിൽ വരുന്ന സമയമാണ്. ശനി നിങ്ങൾക്ക് അഷ്ടമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. തീരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. ആദ്യം തന്നെ വളരെ വ്യക്തമായി എടുത്തു പറയാം, ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം ഇപ്പോൾ നല്ലൊരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ യാതൊരു വിധത്തിലും അഷ്ടമശനിയെ ഭയപ്പെടേണ്ടതായിട്ടില്ല. എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ നൽകിയാലും നിങ്ങൾക്കതിനെയൊക്കെ വളരെ നിഷ്പ്രയാസം തരണം ചെയ്ത് മുന്നോട്ട് പോകാം. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം അത്രമേൽ ബുദ്ധിമുട്ടുള്ള പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് അഷ്ടമശനിയുടെ ദോഷം വളരെ ശക്തമായിട്ട് അനുഭവത്തിൽ വരും. അത് അവരവരുടെ ജനന ജാതകം നോക്കി മനസ്സിലാക്കുക. അഷ്ടമശനി ദോഷം ഈ പറയുന്ന പ്രകാരമുള്ള വ്യക്തികൾക്കായിരിക്കും കൂടുതൽ അനുഭവത്തിൽ വരിക. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകാം. അത് ആരോഗ്യപരമായ പ്രശ്നങ്ങളാകാം, ആശുപത്രിവാസങ്ങളാകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ചിലരെ സംബന്ധിച്ച് ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരിക. ഇതിനൊക്കെ വളരെ സാധ്യതയുള്ള ഒരു സമയമാണ് ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള ശത്രുത, എതിർപ്പുകൾ ഉണ്ടാകാം. സ്വന്തം ബന്ധങ്ങളിലും ഒക്കെ സുഹൃത്ത് ബന്ധങ്ങളിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ബന്ധത്തിലൊക്കെ ഒരു വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി വേണം ഓരോ അഭിപ്രായങ്ങൾ പറയുവാനും തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാനും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും അനാവശ്യ എതിർപ്പുകളൊക്കെ ഉണ്ടാകാം. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗുണഫലം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് കർമ്മ മേഖലയിലൊന്നും തൽക്കാലം ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്താതെ സ്വന്തം കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടൊന്നും ഇറങ്ങിത്തിരിക്കാതെ ആ രീതിയിൽ മുന്നോട്ട് പോവുകയായിരിക്കും കൂടുതൽ ഉചിതം, ഉത്തമം. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അനാവശ്യമായ ഏതെങ്കിലും കേസ്, കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഉൾപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കി മാത്രം കഴിവതും മുന്നോട്ട് പോവുക. എത്ര സ്വന്തം ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ജാമ്യം നിൽക്കുവാനോ, അത് പണമിടപാട് കാര്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു ജാമ്യ വ്യവസ്ഥയ്ക്കൊക്കെ ഒപ്പിട്ട് നൽകുവാനോ അങ്ങനെ നിൽക്കുവാനൊക്കെ ശ്രമിച്ചാൽ പിന്നീട് അതൊക്കെ തന്നെ നിങ്ങളെ അനാവശ്യമായ കോടതി കേസ് വ്യവഹാരങ്ങളിലൊക്കെ കൊണ്ടെത്തിക്കും എന്നുള്ളതിനാൽ ആ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയുണ്ടാകണം. എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങരുത്. അത് പിന്നീട് നിങ്ങൾക്ക് തന്നെയാകും ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് അനുഭവത്തിൽ വരികയും ചെയ്യുന്നത്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ ഉണ്ടാവുക, അതുമൂലം കുറച്ച് നാൾ ദമ്പതികൾ തമ്മിൽ വേർപിരിഞ്ഞ് രണ്ടുപേരും രണ്ടിടത്തായിട്ടും കഴിയേണ്ട അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് ദാമ്പത്യ കുടുംബജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ആലോചിച്ച് ചിന്തിച്ച ശേഷം വേണം ഓരോ തീരുമാനങ്ങളും എടുക്കുന്നതിന്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അഭിപ്രായം പറയുവാനായിട്ട് കുടുംബ ബന്ധത്തിലുള്ളവരെയോ സുഹൃത്തുക്കളെയോ ഒന്നും അനുവദിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല. നിങ്ങൾ ദമ്പതിമാരുടെ ഇടയിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞ് പരിഹരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അതല്ലാതെ മറ്റ് സ്വന്തം ബന്ധങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്ന് ചേരുകയും അത് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നവംബർ 28 മുതൽ കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ ഒരു ശനി നിങ്ങൾക്ക് നൽകും. വളരെ സമാധാനപരമായിട്ട് ക്ഷമയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കുകയും വേണം. ഈ കാര്യങ്ങളൊക്കെ ചിങ്ങം രാശിയിൽപ്പെട്ടവർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം ആ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ദശാകാലങ്ങൾ ഉത്തമമാണെങ്കിൽ ഇതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല, ധൈര്യമായി മുന്നോട്ട് പോകാം. അല്ലാത്ത വ്യക്തികൾക്കാണ് ആ ഒരു ദോഷം കൂടുതലായിട്ട് അനുഭവത്തിൽ വരിക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ആ ദോഷഫലങ്ങൾ കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ശനി 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അർദ്ധാഷ്ടമ ശനിയുടെ കാലമാണ്. ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നൽകുന്ന ഒരവസ്ഥയുണ്ടാകും. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കാരണം ശനി എന്ന് പറയുന്നത് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ അത് വളരെയധികം സ്വാധീനിക്കും. എന്ത് കാര്യത്തിൽ, അതായത് നിങ്ങളുടെ ഒരു ജോലി, ബിസിനസ് കാര്യത്തിലാണെങ്കിലും, സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ ഇടയിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിലോ, നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവി ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കുന്നതിലും, എല്ലാ കാര്യങ്ങളിലും വളരെ ചിന്തിച്ച് ആലോചിച്ച ശേഷം വേണം തീരുമാനമെടുക്കാൻ. എടുത്തു ചാടി ഒരു കാര്യങ്ങളിലും അഭിപ്രായം പറയുക, തീരുമാനമെടുക്കുക അരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട, നിങ്ങൾ ബഹുമാനിക്കുന്ന വ്യക്തികളുമായി കൂടി ആലോചിച്ച ശേഷം വേണം മുന്നോട്ട് പോകുവാനായിട്ട്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല വ്യക്തതയുണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടമുണ്ടാവുക, അനാവശ്യ ചിലവുകൾ വന്നു ചേരുക, ഇതിനൊക്കെ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. കുടുംബ സ്വന്ത ബന്ധങ്ങളുടെ ഇടയിൽ ഒക്കെ, അത് പ്രത്യേകിച്ച് സഹോദരങ്ങളുടെ ഇടയിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ധനുരാശിക്കാരെ സംബന്ധിച്ച് വളരെ കൂടുതലുള്ളൊരു സമയമാണ്. അത് കുടുംബത്തിലെടുക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനത്തിൻ്റെ പുറത്തോ, അല്ലെങ്കിൽ കുടുംബത്തിലെ എന്തെങ്കിലും വസ്തു സംബന്ധം, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിലൊക്കെ അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ ഉണ്ടാവുക, അങ്ങനെ സഹോദരങ്ങളുമായിട്ടൊരു അകൽച്ച, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി സംസാരവും ഒക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. തീരുമാനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എടുക്കുക. ശനി നിങ്ങൾക്ക് 4-ാം ഭാവമായി സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യകാര്യങ്ങളിലും ധനുരാശിക്കാർ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. കാരണം മാനസികമായും ശാരീരികമായും ചെറിയ ചില ബുദ്ധിമുട്ടുകൾ നൽകുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ. ഈ ഒരു കാലഘട്ടത്ത് ഇപ്പോൾ താമസിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി പണിയണം, പുതുക്കി നിർമ്മിക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും, സ്വന്തമായൊരു ഗൃഹം നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമൊക്കെ ജനനജാതകം നോക്കി ദശാകാലം ശുഭമാണെങ്കിൽ മാത്രമേ ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഭൂമി സംബന്ധം, ഭവന സംബന്ധം, ഗൃഹം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, കാലതാമസങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്ന അങ്ങനെയൊരു അവസ്ഥയുണ്ടാകും. ഒരുപാട് പരിശ്രമങ്ങൾ, പാഴ്ചെലവുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനുരാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാതാവിന് ഉണ്ടെങ്കിൽ അതൊക്കെ എത്രയും വേഗം അതിനുവേണ്ട ചികിത്സാ രീതികളൊക്കെ നടത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ ധനുരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് മനസ്സിന് അത്രമേലൊരു സുഖം, സമാധാനം, ഒരു സ്വസ്ഥത ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കില്ല. മനസ്സിനെ അലട്ടുന്ന, ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്രശ്നങ്ങൾ മാറി മാറി ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നിന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും വളരെ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യത്തിലുമൊക്കെ പരിശ്രമങ്ങളും അലച്ചിലുകളും ഒരല്പം കൂടുതലായിട്ടായിരിക്കും ശനി നിങ്ങൾക്ക് നൽകുക. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തെ, സമയത്തെ ധനുരാശിയിൽപ്പെട്ടവർ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രത്യേകം എടുത്തു പറയുന്നത്, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ആലോചിച്ച് ചിന്തിച്ച ശേഷം വേണം ഓരോ കാര്യങ്ങളും തീരുമാനിച്ച് മുന്നോട്ട് പോകുവാനായിട്ട്. ഈ ഒരു സമയത്ത് ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ആ ദോഷഫലങ്ങൾ കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് 7ര ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശനി ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് വക്രഗതിയിലായതുകൊണ്ട് ആ ശനി ദോഷം വിട്ടുമാറി നിന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ നവംബർ 28 മുതൽ ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധ വേണം. ശനി ഇപ്പോൾ നിങ്ങളുടെ പാദത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ്, പാദശനിയുടെ കാലഘട്ടം. ഈ സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. കുംഭം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടം ഒരല്പം ചിലവുകൾ അധികമായിട്ട് വരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതായത് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഒരു ഗുണപ്രദമാകുന്ന കാര്യങ്ങൾക്ക് ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുൻപേ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അനാവശ്യ ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഈ ഒരു കാലഘട്ടങ്ങളിൽ
ഇപ്പോൾ പലരും ചെയ്യുന്ന ഒന്നാണ് ട്രേഡിങ്, അങ്ങനെ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പലയിടത്തും പണം നിക്ഷേപിക്കുക. അതൊന്നും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത്ര ഒരു ഉത്തമമായിട്ടുള്ള ഗുണഫലം നൽകില്ല. അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ വിശ്വസിച്ച് പല സ്ഥാപനങ്ങളിലോ പലയിടങ്ങളിലോ പണം നിക്ഷേപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോയാൽ അതൊക്കെ ഒരുപാട് ധനനഷ്ടത്തിന് ഇടയാക്കും. അതുകൊണ്ട് പണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. അതായിരിക്കും കൂടുതൽ ഉത്തമം. ഒരു അല്പം അലച്ചിലുകൾ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ നവംബർ 28 മുതൽ ഒരല്പം പരിശ്രമങ്ങൾ ആ ജോലിയിലും ബിസിനസ്സിലുമൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് നടത്തേണ്ടി വരും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിൽ കൂടുതൽ സമയം അതിനുവേണ്ടി ചിലവഴിക്കുക, അതിനുവേണ്ടി കൂടുതൽ പരിശ്രമമൊക്കെ നടത്തേണ്ടി വരുന്ന അനുഭവം ഈ ഒരു സമയത്ത് പലർക്കും വന്നു ചേരാം. ശനി നിങ്ങളെ വിട്ടുമാറിപ്പോകുന്ന സമയമാണ് പാദശനിയുടെ കാലഘട്ടം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിക്കണം. പണം വാങ്ങുന്നതിലും പണം കൊടുക്കുന്നതിലും ശ്രദ്ധ വേണം. അത് പണം മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങുകയാണെങ്കിൽ പോലും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുവാൻ. മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഒരു കാര്യങ്ങളും ഏൽപ്പിക്കുവാൻ പാടുള്ളതല്ല. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും അവരവരുടെ ഒരു മേൽനോട്ടം ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഒരു സമയം പാദശനിയുടെ കാലഘട്ടമായതുകൊണ്ട് അവരവരുടെ ജീവിത പങ്കാളിയുമായിട്ട് വളരെ നല്ലൊരു സൗഹൃദമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അനുഭവത്തിൽ വന്നാലും അതൊക്കെ നിങ്ങൾ തന്നെ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഉത്തമമാണ്. കാരണം ഈ ഒരു ശനിയുടെ പാദശനി കാലഘട്ടം അവസാന കാലഘട്ടത്തിൽ ഈ കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ ചെറിയ പരസ്പരം ഉണ്ടാകുന്ന ചെറിയൊരു വാക്കുതർക്കത്തിൻ്റെ പേരിലൊക്കെ പല വലിയ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കഴിവതും നിങ്ങൾ തന്നെ അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകണം. പലതിലും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഈ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു വിദേശ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരെയൊക്കെ വിശ്വസിച്ച് പണം ഏൽപ്പിക്കുന്നതിന് മുൻപ് അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഈ കാലഘട്ടങ്ങളിൽ എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും പണം സംബന്ധിച്ചിട്ട് കൈകാര്യം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുവാൻ. കാരണം നിങ്ങളുടെ കൈകളിൽ നിന്നൊക്കെ കൊടുക്കുന്ന പലതും ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് നിങ്ങളുടെ ആവശ്യത്തിന് തിരിച്ച് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. അതുപോലെ ആരോഗ്യപരമായിട്ടും കുംഭം രാശിയിൽപ്പെട്ടവർ ഈ ഒരു അവസാന പാദശനി കാലഘട്ടത്തിൽ ഒന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. എല്ലാ കാര്യത്തിലും അവരവരുടെ ആരോഗ്യം, അവരവരുടെ ജോലി, ദാമ്പത്യ കുടുംബജീവിതം, പണമിടപാടുകൾ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു 7.5 ശനിയുടെ അവസാന കാലഘട്ടത്തെ വളരെ നല്ല രീതിയിൽ കടന്നു പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. യാതൊരു ബുദ്ധിമുട്ടും അനുഭവത്തിൽ വരികയില്ല. 7.5 ശനിയുടെ അവസാന സമയമാണ്. അല്ലാത്ത വ്യക്തികൾക്കാണ് ആ ഒരു ശനി വിട്ടുമാറുന്ന ആ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്നതും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ആ ദോഷഫലങ്ങൾ കുറച്ച് ഈ ഒരു കാലഘട്ടത്തെ നല്ല രീതിയിൽ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ 7.5 ശനിയിൽ ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 7.5 ശനിയുടെ 2ാം ഘട്ടം. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ശനി വക്രത്തിലായതുകൊണ്ടാണ് കുറേയധികം ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിന്നിരുന്നത്. ഇപ്പോൾ നവംബർ 28 മുതൽ ശനി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ആ 7.5 ശനിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായ ജന്മശനി ദോഷം വീണ്ടും അത് ആരംഭിക്കും. വീണ്ടും പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയുന്നത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽപ്പെട്ടൊരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ ജനിച്ച ആ ജനന ജാതകം നോക്കുക. ആ ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ ഈ 7.5 ശനിയെപ്പറ്റിയോ അതിലെ ജന്മശനി കാലഘട്ടത്തെപ്പറ്റിയോ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് യാതൊരു ദോഷഫലങ്ങളും അനുഭവത്തിൽ വരില്ല. പക്ഷേ ഏതൊക്കെ വ്യക്തികൾക്കാണോ ആ ജാതകപ്രകാരം കൂടെ ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത് അവർക്കായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരിക. ജന്മശനി എന്ന് പറയുന്ന ശനി നമ്മുടെ ശിരസിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം ചുമക്കേണ്ട ഒരനുഭവം.
അതായത് നമ്മുടെ ശിരസിൽ നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരും. അതായത് ചില വ്യക്തികളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള ജീവിതമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. ചിലർക്ക് ഒന്ന് മുന്നോട്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥ, അതായത് നമ്മൾ പറയാറില്ല നാലുപാടും നമ്മളെ ചുറ്റി വരിഞ്ഞ് നിൽക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ, അത് സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് വേണ്ട ഈ ഒരു ലൗകിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളും പരാധീനതകളും ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ ശനി നൽകും എന്നുള്ളതാണ്. ചില വ്യക്തികളെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതം, അപ്പോൾ അതിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുക, അതുമൂലം സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വരിക, അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ഇത് ആ കുടുംബത്തിലുള്ള അവരവർക്ക് തന്നെ അനുഭവത്തിൽ വരണമെന്നില്ല, സ്വന്തം ബന്ധങ്ങളിൽപ്പെട്ട മറ്റാർക്കെങ്കിലും വേണ്ടിയൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങി സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ പലർക്കും അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് ജന്മശനി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധയും കരുതലും നിങ്ങൾ മീനം രാശിക്കാർക്കുണ്ടാകണം. ഈ ഒരു സമയത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. അതുപോലെ ജന്മശനി കാലഘട്ടമാണെന്നറിയാതെ പലരും പലതരത്തിലുള്ള, ചിലർ പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ, മറ്റു ചിലർ ഭൂമി ഗൃഹം നിർമ്മിക്കുവാനുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾക്കും പലരും ഇറങ്ങിത്തിരിച്ച് അതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാൻ കഴിയാതെ പലതും പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥ. അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് മീനം രാശിക്കാരിലുള്ള പല വ്യക്തികൾക്കും കുടുംബ സംബന്ധമായിട്ട്, ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അതിൽ ചിലരെ ഒക്കെ സംബന്ധിച്ച് ഒരു ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് അവസാനം നമുക്ക് തിരിച്ചടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലാതെ ഒരു ജപ്തിയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികളുമുണ്ട്. അത്രമേൽ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സാമ്പത്തിക വീഴ്ച പലർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒരു അനുഭവം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് നന്മകൾ ചെയ്ത സ്വന്തം ബന്ധത്തിൽപ്പെട്ട പല വ്യക്തികളും ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത അവസ്ഥയും പല മീനം രാശിക്കാർക്കുമുണ്ട്. എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് കരുതിയിരുന്ന പല സ്വന്തം ബന്ധത്തിൽപ്പെട്ടവരും ഇപ്പോൾ കണ്ടാൽ അവരോടൊന്ന് മിണ്ടാൻ പോലും മടിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ പല വ്യക്തികൾക്കുമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഏഴരശനിയിലെ ജന്മശനി നൽകുന്നതാണ്. പക്ഷേ ഇതിനെ ഓർത്ത് വിഷമിക്കേണ്ടതായിട്ടില്ല. നിങ്ങളുടെയും സമയം മാറി മുന്നോട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക, ചിന്തിച്ച് ആലോചിച്ച് ഓരോ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുക. അനാവശ്യമായിട്ടുള്ള പണം വാങ്ങുന്നതും കൊടുക്കുന്നതും അതിലൊക്കെ വളരെയധികം പരിമിതികൾ ഉണ്ടാകണം. എത്ര വലിയ ബന്ധമാണെങ്കിൽ പോലും ആരെയും പൂർണ്ണമായി വിശ്വസിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് എവിടെയെങ്കിലും പണം നിക്ഷേപിക്കുക, എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കുക, ഇതൊന്നും ചെയ്യരുത്. ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നൽകും. അതുപോലെ വളരെ വിശ്വാസം ഉള്ള വ്യക്തികളുമായിട്ട് ചേർന്ന് ഒരു പുതിയ ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൊക്കെ നിങ്ങൾ ചതിക്കപ്പെടാൻ, വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് കഴിവതും ഈ ഒരു കാലഘട്ടങ്ങളിൽ ജാതകപ്രകാരം ദശാകാലം സമയം അനുകൂലമാണെങ്കിൽ മാത്രമേ പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങാൻ പാടുള്ളൂ. പണം മുടക്കിയുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തന്നെ പിന്നീട് തിരിച്ചടിയായിട്ട് വരികയും ഒരുപാട് അനാവശ്യ കടബാധ്യതകളൊക്കെ വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ വണ്ടി വാഹന യാത്രകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിലും വളരെയധികം ശ്രദ്ധയും കരുതലും ഉണ്ടാകേണ്ട സമയമാണ്. മീനം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എല്ലാത്തിലും ശ്രദ്ധയും കരുതലും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകണം. ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ആ ജീവിത പങ്കാളിയുടെ ആരോഗ്യമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോയാൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ജന്മശനി കാലഘട്ടത്തെ ദോഷം പൂർണ്ണമായിട്ട് വിട്ടുമാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നമ്മുടെ ശ്രദ്ധക്കുറവാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതും എടുത്തു ചാടിയെടുക്കുന്ന തീരുമാനങ്ങളും മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കൂടുതൽ നൽകും. അതുകൊണ്ട് മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകണം. ജന്മശനി കാലഘട്ടം അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല. നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും പലർക്കും അനുഭവത്തിൽ വരിക. അതുകൊണ്ട് വളരെ സമചിത്തതയോടെ കാര്യങ്ങളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈയൊരു ജന്മശനി കാലഘട്ടത്തെ ദോഷം നല്ല രീതിയിൽ വിട്ടുമാറി മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.